ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആവോലി വാഴയിലയിൽ പൊള്ളിച്ചതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഞാൻ 2 ആവോലി എടുത്തിട്ടുള്ളത്, ഒന്ന് ചെറുതും ഒന്ന് വലുതും. ഏകദേശം 2 കൂടി 650 ഗ്രാമാണ് ഉള്ളത്. പിന്നെ വേണ്ടത് 2 ഉള്ളിയാണ്, അത് ചെറുതായി കട്ട് ചെയ്തത്. അതുപോലെ തന്നെ 2 നല്ല തക്കാളി കട്ട് ചെയ്തത്. പിന്നെ പകുതി ചെറുനാരങ്ങ മതി കേട്ടോ. പിന്നെ കുറച്ച് വെള്ളുള്ളി, പിന്നെ ഒരു 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് കരിവേപ്പിലയും. ആദ്യം നമുക്ക് മീൻ കുറച്ച് വരയിട്ട് കൊടുക്കണം, കാരണം മസാല ഒക്കെ നല്ല ഉള്ളോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റേ സൈഡും നമ്മൾ വരയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ മീനും ഇതുപോലെ തന്നെ വരയിട്ട് കൊടുക്കുക. ഇനി അടുത്തത് മീനിൻ്റെ മുകളിൽ പുരട്ടാനുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടത് 3 സ്പൂണ് ചുവന്ന മുളക്, പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി ചില്ലി, 1/4 സ്പൂണ് ഗരം മസാല, പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഉപ്പ്, പിന്നെ പകുതി ചെറുനാരങ്ങ, അത് പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ടെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പേസ്റ്റ് രൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം പേസ്റ്റിൻ്റെ ഒരു രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീനിൻ്റെ പുറത്ത് പിടിപ്പിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ലോണം പുരട്ടി കൊടുക്കണം നമ്മൾ. രണ്ടാമത്തെ മീനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ 2 മീനിൻ്റെ പുറകെയും മസാല തേച്ചിട്ടുണ്ട്. ഇനി അരമണിക്കൂർ നേരം നമ്മൾ മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് വാഴൻ്റെ ഇല ഒന്ന് വാട്ടിയെടുക്കണം. കാരണം നമ്മൾ ഫിഷ് അതിലേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വാഴൻ്റെ ഇല ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്ക് മസാല ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ, കാരണം അത് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ മീനൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കാൻ പോവാണ്. നല്ലോണം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ വാഴൻ്റെ ഇലയിൽ ചുട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറുങ്ങനെ ഫ്രൈ ആക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കരിവേപ്പില വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. പിന്നെ നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് നമ്മൾ മീൻ പൊരിച്ചെടുക്കേണ്ടത്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക.
ഇപ്പോൾ ഏകദേശം മീൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി അടുത്തത് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. നമ്മൾ അതേ ഫ്രൈ പാനിലാണ് ഉള്ളി വാട്ടുന്നത്. അതിലേക്ക് ആവശ്യമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയാണ് മൂടി വെക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇടുക. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വാഴയിലയിലേക്ക് മീൻ വെക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാഴയില ഒന്ന് സെറ്റാക്കി എടുക്കാം. ആദ്യം കുറച്ച് മസാല നമ്മൾ വാഴയില ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മീൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ വീണ്ടും മസാല മീനിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇനി നമ്മൾ വാഴയില മടക്കിയിട്ട് കെട്ടി കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ മീനും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അതേ ഫ്രൈ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ കെട്ടിവെച്ച വാഴൻ്റെ ഇല അതിലേക്ക് ഇറക്കി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ചെറുങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഒരു സൈഡ് വേവിക്കുക. അതേമാതിരി തന്നെ മറിച്ചും മൂടി വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 ഭാഗവും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് ഇടാം. പിന്നെ നമ്മുടെ രണ്ടാമത്തെ മീനും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊളിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.